മഹാപ്രതിഭ പലപ്പോഴും വൈകാരിക വായ്പകൾക്കപ്പുറം എം ഡി എന്ന മഹാപ്രതിഭയെ വിശേഷിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അത് കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് പലർക്കും ഉണ്ടാകുന്നത്. കാരണം വിശേഷണങ്ങൾ നമുക്ക് പെട്ടെന്നൊരു ഓർമ്മയിൽ കിട്ടുന്ന വിശേഷണങ്ങളല്ല എം ഡിയെക്കുറിച്ച് പറയാൻ കഴിയുന്ന. കാരണം എം ഡി മലയാളത്തിനതായിരുന്നു, സാഹിത്യ ലോകത്തിന് എം ഡി എന്ന വാക്ക് അങ്ങനെയായിരുന്നു. എം ഡി കടന്നു പോവാത്ത മേഖലകളില്ല. ആ തരത്തിൽ എം ഡിക്ക് വിശേഷണങ്ങൾക്കും അപ്പുറം ഉള്ള മഹാപ്രതിഭ, ആ മഹാപ്രതിഭയെ അദ്ദേഹത്തിന് വിടവാങ്ങുമ്പോൾ അനുസ്മരിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യം എല്ലാവർക്കും മുന്നിലുമുണ്ടാകും. എം ഡി അവശേഷിച്ച് മടങ്ങുമ്പോൾ അത് എം ഡിയുടേത് മാത്രമായൊരു കാലമാണ് അവശേഷിപ്പിക്കുന്നത്. നാലുകെട്ടുന്ന ആദ്യ നോവൽ മുതൽ പിന്നീട് എം ഡി അവശേഷിപ്പിച്ചു പോയ ഒരു വലിയ കാലഘട്ടമുണ്ട്. ഒരുപക്ഷെ ഈ നാലുകെട്ടുന്ന നോവലിനെ അനുസ്മരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എം ഡി തുടങ്ങി വെച്ച തൻ്റെ ആത്മകഥാംശമുള്ള ഒരു നോവലാണ് നാലുകെട്ട്. ആ നാലുകെട്ടിൻ്റെ ഒരു കഥാപശ്ചാത്തലം പിന്നീടുള്ള എം ഡിയുടെ എല്ലാ നോവലുകളിലും സൃഷ്ടികളിലും ഉണ്ട് എന്നതാണ്. ഒരു നാലുകെട്ടും അതിൻ്റെ ചിന്തകളും പഴയ വള്ളുവനാടൻ കാഴ്ചകളും ഭാഷാരീതികളും ഒക്കെ ഓർത്തിണക്കുന്ന ഒരു എം ഡിയുടെ പ്രതിഭാസമായിരുന്നു ആ നോവലുകളും എം ഡിയുടെ സാഹിത്യ ലോകവും. അതുകൊണ്ട് എം ഡി അവശേഷിപ്പിക്കുമ്പോൾ, എം ഡി വിടവാങ്ങുമ്പോൾ ഇനി ആ വിടവിലേക്ക് മറ്റൊരാൾക്ക് കടക്കാനാവില്ല എന്ന് ഉറപ്പിക്കാം നമുക്ക്. കാരണം അതിനൊരു പുതിയ ജന്മം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ തരത്തിൽ എം ഡിയുടെ വിടവ് നികത്തപ്പെട്ടു എന്ന് നമുക്ക് കരുതാനാകൂ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സി വി അനുമോദ് കോഴിക്കോടുണ്ട്. അനുമോദ്,